തൃശൂരിന്റെ പൂരനഗരിയെ കലയുടെയും ആവേശത്തിന്റെയും കൊടുമുടിയിലെത്തിച്ച 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശീല വീഴുന്നു. 5 നാളുകൾ നീണ്ടുനിന്ന കലാമാമാങ്കത്തിന്റെ സമാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ തേക്കിൻകാട് മൈതാനം ഒരുങ്ങിക്കഴിഞ്ഞു. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക കേരളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തുന്നതോടെ സമാപന വേദി ആവേശക്കടലായി മാറുമെന്ന് ഉറപ്പാണ്. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സ്പീക്കർ എ.എൻ. ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തും. വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി, മോഹൻലാൽ എന്നിവർ ചേർന്നാണ് കലാകിരീടം ചൂടുന്ന ജില്ലയ്ക്ക് 117 പവൻ വരുന്ന സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുക. മത്സരഫലം അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണൂരും ആതിഥേയരായ തൃശൂരും തമ്മിൽ ഇഞ്ച് ടോപ്പുകാരായ പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കണ്ണൂർ 990 പോയിന്റുമായി നിലവിൽ മുന്നിലാണ്. തൊട്ടുപിന്നാലെ 983 പോയിന്റുകളുമായി തൃശൂർ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കേവലം 7 പോയിന്റുകൾക്ക് മാത്രം പിന്നിലുള്ള തൃശൂർ അവസാന നിമിഷം അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. പാലക്കാട് 982 പോയിന്റും കോഴിക്കോട് 981 പോയിന്റും നേടി തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. ആദ്യ 4 സ്ഥാനങ്ങളിലുള്ള ജില്ലകൾ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വളരെ കുറവായതിനാൽ ഫലം പ്രവചനാതീതമായി തുടരുകയാണ്. തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് സമാപന ചടങ്ങുകൾക്കായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. കലോത്സവത്തിന്റെ അവസാന ദിനമായ ഇന്ന് 1-ാം വേദിയിൽ നടക്കുന്ന നാടോടി നൃത്തമാണ് പ്രധാന ആകർഷണം. കാണികളുടെ പ്രിയപ്പെട്ട ഇനമായതിനാൽ വലിയ തിരക്കാണ് അതിരാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. ഇന്ന് അവധി ദിനമായതിനാൽ തൃശൂർ നഗരത്തിലേക്ക് ജനപ്രവാഹം ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. തേക്കിൻകാട് മൈതാനത്തെ 3 വേദികളിലും ആദ്യ ദിനം മുതൽക്കേ ഉണ്ടായിരുന്ന തിരക്ക് ഇന്ന് ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. കലയുടെയും സൗഹൃദത്തിന്റെയും വേദിയായി മാറിയ ഈ 5 ദിവസങ്ങൾ കേരളത്തിലെ സാംസ്കാരിക ഐക്യത്തെ വിളിച്ചോതുന്നതായിരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്ന ഖ്യാതിയോടെയാണ് ഈ മാമാങ്കം സമാപിക്കുന്നത്. കനത്ത ചൂടിനെ അവഗണിച്ചും കലയെ സ്നേഹിക്കുന്നവർ ഒഴുകിയെത്തിയത് കലോത്സവത്തിന്റെ സംഘാടനത്തെ വിജയിപ്പിച്ചു. കുട്ടികളുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാൻ മികച്ച സൗകര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഊട്ടുപുരയിലെ വിഭവസമൃദ്ധമായ ഭക്ഷണവും വളണ്ടിയർമാരുടെ സേവനവും ഈ കലോത്സവത്തിന്റെ മാറ്റുകൂട്ടി. പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇട നൽകാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഓരോ വകുപ്പും കാഴ്ചവെച്ചത്. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മോഹൻലാൽ എത്തുന്നതറിഞ്ഞ ആരാധകരുടെ വലിയൊരു നിര തന്നെ തൃശൂരിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. സിനിമാ സാംസ്കാരിക മേഖലയിലെ മറ്റു പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. കണ്ണൂരിന് കിരീടം നിലനിർത്താൻ കഴിയുമോ അതോ തൃശൂർ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കപ്പ് ഉയർത്തുമോ എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. പാലക്കാടിനെയും കോഴിക്കോടിനെയും മുന്നേറ്റം അവസാന നിമിഷം വരെ അനിശ്ചിതത്വം നിലനിർത്തുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കമ്മീഷണറുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജനത്തിരക്ക് ക്രമീകരിക്കാൻ പോലീസ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. കുട്ടികളുടെ കലാപരമായ വളർച്ചയ്ക്ക് കലോത്സവം വലിയ ഊർജ്ജമാണ് നൽകിയത്. പല വേദിയിലും അവതരിപ്പിക്കപ്പെട്ട കലാരൂപങ്ങൾ പ്രൊഫഷണൽ മികവ് പുലർത്തുന്നതായിരുന്നുവെന്ന് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. 5 ദിവസത്തെ മത്സരങ്ങൾക്ക് ശേഷം വിജയികളെ പ്രഖ്യാപിക്കുമ്പോൾ അത് കണ്ണീരും ആഹ്ലാദവും കലർന്ന നിമിഷങ്ങളായി മാറും. തോൽക്കുന്നവർക്കും ജയിക്കുന്നവർക്കും ഇത് വലിയൊരു അനുഭവ പാഠമാണ്. സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങാൻ ഏത് ജില്ലയുടെ പ്രതിനിധികളാകും മോഹൻലാലിന് മുന്നിലേക്ക് എത്തുക എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തൃശൂരിന്റെ മണ്ണിൽ ഈ ചരിത്ര മുഹൂർത്തം രേഖപ്പെടുത്തപ്പെടും. കലോത്സവ നഗരിയിൽ ഇന്ന് വൈകിട്ട് 6ഓടെ ഔദ്യോഗികമായി കൊടിയിറങ്ങും. അടുത്ത വർഷത്തെ കലോത്സവ വേദി എവിടെയായിരിക്കുമെന്ന പ്രഖ്യാപനവും സമാപന സമ്മേളനത്തിൽ ഉണ്ടായേക്കാം. പൂരങ്ങളുടെ നാട്ടിൽ നടന്ന ഈ കലയുടെ പൂരം കേരളം കണ്ട ഏറ്റവും മികച്ച കലോത്സവങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. സാംസ്കാരിക നഗരിയിൽ നിന്ന് ആ സ്മരണകളുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മടങ്ങാൻ ഒരുങ്ങുകയാണ്.